നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 26 LGS മാരത്തോൺ എന്താണെന്ന് അറിയാൻ സുഹൃത്തുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. കേരള PSC LDC LGS പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള PSC സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ബയോളജി മേഖലയിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടി പറയാൻ ടോപ്പിക് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കേരള PSC സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ബയോളജിയിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും കേരള PSC റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള ബയോളജി മേഖലയിലെ ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലകളിലെ വർണ്ണവസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിതകമാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയുന്ന പോയിന്റ്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ചിലപ്പോൾ PSC ചോദിക്കാറുണ്ട് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശ്വസനവാതകം ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്. ഉത്തരം ഒന്ന് തന്നെയാണ്, ഓക്സിജൻ. ഇലകളിൽ വാതക വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആസ്യാരന്ധ്രങ്ങൾ. ഇലകളിൽ വാതക വിനിമയം നടത്തുന്നതിന് വേണ്ടിയുള്ള ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആസ്യാരന്ധ്രങ്ങൾ. ഇലകൾക്ക് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം സാന്തോഫില്ലാണ്. മറക്കരുത്, ഇലകൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ വർണ്ണവസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സാന്തോഫില്ലാണ്. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലക്ക് കാണപ്പെടാൻ കാരണം കരോട്ടിനാണ്. മറക്കരുത്, ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകൾ കാണപ്പെടാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരോട്ടിനാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. പഠിച്ചോളണേ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ബീജമൂലമാണ്. മറക്കരുത്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. PSC ചോദിച്ച ചോദ്യമാണ്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, ഇല, തണ്ട് എന്നിവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നതിനെയാണ് കായിക പ്രജനനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും. ഇതിൽ മഹാഗണി PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അപ്പൂപ്പൻ താടിയും മഹാഗണിയും. ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെങ്ങും കുരുമുളകുമാണ്. ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെങ്ങും കുരുമുളകുമാണ്. ഇവിടെ കുരുമുളകിന്റെ ഭാഗത്ത് നിന്ന് മാത്രം PSC ചോദിച്ചിട്ടുള്ളത് മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുരുമുളകാണ്. അതും സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. മറക്കരുത്, തേയിലയുടെ ജന്മദേശം എവിടെയാണ്? ചൈനയാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ്. തേയിലയുടെ ജന്മദേശം ചോദിച്ചാൽ അത് ചൈനയാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലാണ്. കണ്ണിലെ ലെൻസിലുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലകീഴായ പ്രതിബിംബമാണ്. ചോദിച്ചിട്ടുണ്ട്. കണ്ണിലെ ലെൻസിലുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ തലകീഴായ പ്രതിബിംബമാണ്. കണ്ണിൽ പ്രതിബിംബം പതിക്കുന്ന സ്ക്രീൻ അറിയപ്പെടുന്ന പേരാണ് റെറ്റിന. അല്ലെങ്കിൽ PSC ഇങ്ങനെ ചോദിക്കും, കണ്ണിൽ പ്രതിബിംബം പതിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? അത് റെറ്റിനയാണ്. രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് കാണുവാൻ കഴിയുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ദ്വിനേത്ര ദർശനം. ഇത് അറിയപ്പെടുന്നത് ദ്വിനേത്ര ദർശനം. അന്ധരായ ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി അറിയപ്പെടുന്ന പേരാണ് വൈറ്റ് സ്കെയിൽ. വെളുത്ത വടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? വൈറ്റ് സ്കെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്ധരായ ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി അറിയപ്പെടുന്ന പേരാണ് വൈറ്റ് സ്കെയിൽ. അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിൻ ലിപി. മറക്കരുത്, അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബ്രെയിൻ ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരാ അറിയപ്പെടുന്നത്? ബ്രെയിൻ ലിപി. ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി സ്രാവാണ്. മറക്കരുത്, ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി എന്ന് ചോദിച്ചാല് അത് സ്രാവാണ്. കരയിൽ ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവിയാണ് നായ. ഓപ്ഷൻ നോക്കി തന്നെ സുഹൃത്തുക്കൾ ഉത്തരം എഴുതുക. ഘ്രാണശക്തി കൂടിയ ജീവി എന്ന് മാത്രം ചോദിക്കുന്നെങ്കിൽ അത് സ്രാവും. ഘ്രാണശക്തി കൂടിയ കരയിലെ ജീവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ആര് വരുന്നത്? നായ വരുന്നത്. ഓർക്കുക. മധുരമുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന നാവിന്റെ ഭാഗമാണ് നാവിന്റെ മുൻഭാഗം. മധുരമുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന നാവിന്റെ ഭാഗം എന്ന് ചോദിച്ചാൽ നാവിന്റെ മുൻഭാഗമാണ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. മറക്കരുത്, കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? സ്നെല്ലർ ചാർട്ട്. കൊതുകിന്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 8 ദിവസം. കഴിഞ്ഞ PSC എക്സാമുകളുടെ ചോദ്യമായിരുന്നു. കൊതുകിന്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്രയാണ്?
8 ദിവസം. പാൽ തൈരാകുന്നതിന് കാരണമായ സൂക്ഷ്മജീവി ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയാണ്. മറക്കരുത്, പാൽ തൈരാകുന്നതിന് കാരണമായ സൂക്ഷ്മജീവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാക്ടീരിയയാണ്. പൂമ്പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ സുഹൃത്തുക്കൾ പഠിച്ചിരിക്കണം. മുട്ട ലാർവയാവുന്നു, ലാർവ പ്യൂപ്പയാവുന്നു, പ്യൂപ്പ ശലഭമായി മാറുന്നു. മുട്ട ലാർവയാവുന്നു, ലാർവ പ്യൂപ്പയാവുന്നു, പ്യൂപ്പയാണ് എന്താവുന്നത്, ശലഭമായി മാറുന്നത്. സുഹൃത്തുക്കൾ മറക്കാതെ പഠിക്കുക പൂമ്പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. മറക്കരുത്, ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ്. സലീം അലിയുടെ ജന്മദിനം എന്തായി ആചരിക്കുന്നു? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. അതെന്നാണ്? നവംബർ 12. സലീം അലിയുടെ ജന്മദിനം എന്തായി ആചരിക്കുന്നു ചോദിച്ചാൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ആ ദിനമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 12 ആണ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവിവിഭാഗമാണ് ഉഭയജീവികൾ. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളെ അറിയപ്പെടുന്ന പേരാണ് ഉഭയജീവികൾ. പ്രധാനപ്പെട്ട ഉഭയജീവികൾക്ക് ഉദാഹരണം തവള മാത്രമല്ല നമ്മൾ പഠിക്കുവാനുള്ളത്, അതിനോടൊപ്പം തന്നെ സാലമാൻഡറും അതുപോലെ സിസിലിയൻ കൂടി സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചിരിക്കുക. തവള മാത്രമല്ല ഉഭയജീവികൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ സാലമാൻഡറും അതുപോലെ സിസിലിയനും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. മഞ്ഞപ്പൂപ്പാത്തി എന്തിന് ഉദാഹരണമാണ്? ഇതൊരു ചിത്രശലഭ വിഭാഗമാണ്. മറക്കരുത്, മഞ്ഞപ്പൂപ്പാത്തി എന്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചിത്രശലഭ വിഭാഗമാണ് മഞ്ഞപ്പൂപ്പാത്തി. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. മനുഷ്യനും എന്താണ്? സസ്തനി വിഭാഗത്തിൽപ്പെട്ടതാണ്. പറക്കും സസ്തനി എന്നറിയപ്പെടുന്നത് വവ്വാലാണ്. മറക്കരുത്, പറക്കും സസ്തനി എന്നറിയപ്പെടുന്നത് ആരാണ്? വവ്വാലാണ്. ഈസി ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിപ്പസും അതുപോലെ തന്നെയാണ് എക്കീഡിന. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ പ്ലാറ്റിപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ് എക്കിഡിന. ഒരു ഭാഗം മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവിക്ക് ഉദാഹരണമാണ് മണ്ണിരയും പ്ലനേറിയയും. ചോദിച്ച ചോദ്യമാണ്. ഒരു ഭാഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയൊരു ജീവിയായി എന്ത് ചെയ്യും? മാറുന്നു. ഈ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മണ്ണിരയും പ്ലനേറിയയും. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലി. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. എന്നാൽ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയാണ്. അത് മറക്കല്ലേ. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയും പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയുമാണ്. ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ചെറുഘടകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോശങ്ങൾ. ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ഘടകം എന്ന് ചോദിച്ചാൽ അതാണ് കോശങ്ങൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. മറക്കരുത്, ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അമീബ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പാരമീസിയവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യൂഗ്ലീനയും ബാക്ടീരിയയും കൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ്. കോശത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് മർമ്മം. കോശത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേര് എന്ന് ചോദിച്ചാൽ അത് മർമ്മമാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ഹുക്കാണ്. കോശം ഹുക്ക് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. കോശം എങ്ങനെ കണ്ടുപിടിച്ചത്? കോശം ഹുക്ക് ചെയ്താണ് എന്ത് ചെയ്തത്? കണ്ടെത്തിയെന്ന് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? ഓർക്കുക. സസ്യകോശം കണ്ടുപിടിച്ചത് MJ ശ്ലീഡൻ ആണ്. മറക്കരുത്, സസ്യകോശം കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് MJ ശ്ലീഡൻ ആണ്. ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷാൻ ആണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ചോദ്യമാണ്. ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡർ ഷാൻ ആണ്. ഒരു ഈസി കോഡിലൂടെ നിങ്ങൾക്ക് പഠിച്ചു കളയാം. എടെ ജന്തുക്കളെ നമ്മൾ ഭക്ഷിക്കുന്നത് എങ്ങനെയാണ്? തീ ഉപയോഗിച്ച് നമ്മൾ വേവിച്ചല്ലേടെ ഭക്ഷിക്കുന്നത്, അല്ലാതെ സസ്യങ്ങളെ ഭക്ഷിക്കുന്നതാണെങ്കിൽ നമ്മൾ പച്ചയായിട്ട് കഴിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ജന്തുക്കളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യോടെ? തീ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അവനെ വേവിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡർ ഷാൻ ആണ്. തീ ഉപയോഗിച്ചാണ് കോശം നമ്മൾ എന്ത് ചെയ്യുന്നത്? വേവിക്കുന്നത്. അതുകൊണ്ട് തിയോഡർ ഷാൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ജന്തുകോശം കണ്ടുപിടിച്ചത്. പൂവിലെ ആൺലിംഗ അവയവം അറിയപ്പെടുന്ന പേരാണ് കേസരപുടം. പൂവിലെ ആൺലിംഗ അവയവം അറിയപ്പെടുന്ന പേരെന്താണ് സുഹൃത്തുക്കളെ? കേസരപുടം. പൂവിലെ പെൺലിംഗ അവയവം അറിയപ്പെടുന്ന പേരാണ് ജനിപുടം. മറക്കരുത്, പൂവിലെ പെൺലിംഗ അവയവം അറിയപ്പെടുന്ന പേരാണ് ജനിപുടം. പൂവിലെ ആൺലിംഗ അവയവം അറിയപ്പെടുന്ന പേരാണ് കേസരപുടം. സസ്യങ്ങളിൽ ഏത് ഭാഗത്താണ് ഫലവും വിത്തും ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂക്കളിൽ നിന്നാണ്. മറക്കരുത്, സസ്യങ്ങളിൽ ഏത് ഭാഗത്തു നിന്നാണ് ഫലവും വിത്തും ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് പൂക്കളിൽ നിന്നാണ്. സസ്യത്തിൽ പൂക്കളുടെ ധർമ്മം ചോദിച്ചാൽ പ്രത്യുൽപാദനം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സസ്യത്തിൽ പൂക്കളുടെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യുൽപാദനമാണ്. കൃത്രിമ പരാഗണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് വാനില. ചോദിച്ചിട്ടുണ്ട്. കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് വാനിലയാണ്.
ബീജസങ്കലനത്തിന് ശേഷം ഫലമായി മാറുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് അണ്ഡാശയമാണ്, മറക്കല്ലേ. ബീജസങ്കലനത്തിന് ശേഷം ഫലമായി മാറുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അണ്ഡാശയമാണ്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡങ്ങളുള്ള ഫലം അറിയപ്പെടുന്ന പേരാണ് സ്ട്രോബെറി, മറക്കരുത്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡങ്ങളുള്ള ഫലത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? അവൻ സ്ട്രോബെറിയാണ്. അരിയിൽ കാണപ്പെടുന്ന പോഷക ഘടകമാണ് അന്നജം, മറക്കരുത്. അരിയിൽ കാണപ്പെടുന്ന പോഷക ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അന്നജം. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന പരീക്ഷണമാണ് അയഡിൻ ടെസ്റ്റ്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന പരീക്ഷണം അറിയപ്പെടുന്ന പേരാണ് അയഡിൻ ടെസ്റ്റ്. ശരീരം നിർമ്മിക്കുന്നതിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായകരമായിട്ടുള്ള ആഹാര ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ, മറക്കരുത്. ചോദിച്ച ചോദ്യമാണ്. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ സൾഫർ. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യോഷിയോക്കർ, മറക്കരുത്. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ക്യോഷിയോക്കർ. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പാണ്. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പാണ്. കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ 200 മില്ലിഗ്രാം പെർ DL ആണ്, മറക്കല്ലേ. കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ 200 മില്ലിഗ്രാം പെർ DL ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ നോർമൽ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 70 മുതൽ 110 വരെ മില്ലിഗ്രാം പെർ DL ആണ്. ഇത് രണ്ടും PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 മില്ലിഗ്രാം പെർ DL ആണ്. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ നോർമൽ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ 70 മുതൽ 110 വരെ ആകാം നമുക്ക് മില്ലിഗ്രാം ഓഫ് DL. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ A ആണ്, മറക്കല്ലേ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ A ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ചോദിച്ചാൽ ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുരിങ്ങയില, ക്യാരറ്റ്, മറക്കരുത്. വൈറ്റമിൻ A ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുരിങ്ങയില, ക്യാരറ്റ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D, മറക്കരുത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗീകരണത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D എവിടെന്നാ സുഹൃത്തുക്കളെ കൂടുതലായി ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ D ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ D ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം വൈറ്റമിൻ E ആണ്, മറക്കരുത്. ഇമ്പോർട്ടന്റ് പോയിന്റ്. കഴിഞ്ഞ PSC ചോദ്യങ്ങൾ വന്നിരുന്നു. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമുള്ള വൈറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ E ആണ്. വൈറ്റമിൻ E ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. വൈറ്റമിൻ E ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് വൈറ്റമിൻ K ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ K അല്ലെങ്കിൽ വിറ്റാമിൻ K ആണ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഇതിലെ ചീര സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ K ആണ്. വൈറ്റമിൻ K അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം വൈറ്റമിൻ C ആണ്, മറക്കരുത്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ C ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഇതിൽ നെല്ലിക്ക നന്നായിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ C ആണ്. ഒന്നുകൂടി പറയാം. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ C ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ C കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന വേണ്ട വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ധാന്യങ്ങൾ
അല്ലെങ്കിൽ പ്രോട്ടീൻ എന്നിവ നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ് ആഗിരണം ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങളുടെ തവിടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ മുട്ടയിലും പാലിലും കാണപ്പെടുന്നു. ഇവിടെ സുഹൃത്തുക്കൾ പഠിക്കാനുള്ള പോയിന്റ് ധാന്യങ്ങളുടെ തവിട് എടുത്തു ചോദിച്ചുകൊണ്ട് ആരാണ്? വൈറ്റമിൻ ബി ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ B1 ആണ്, മറക്കരുത്. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ ആഗിരണം ചെയ്യുവാനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ത്വക്കിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ബി ആണ്. ഇത് പ്രധാനമായും കാണപ്പെടുന്നത് ധാന്യങ്ങളുടെ തവിടിലാണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ് മുട്ടയും പാലും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിലും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ധാതു ലവണമാണ് പറയുന്നത് കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ്. ആരൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസുമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ധാതു ലവണം. എന്താണ്? ധാതു ലവണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാൽസ്യവും ഫോസ്ഫറസുമാണ്. ഇവ പ്രധാനമായി ലഭിക്കുന്നത് ഇലക്കറികളിൽ നിന്നാണ്, മറക്കരുത്. ഇലക്കറികളിൽ നിന്നാണ് കാൽസ്യവും ഫോസ്ഫറസും നമുക്ക് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് മരിച്ചീനിയും പാലുൽപ്പന്നങ്ങളും. ആരൊക്കെയാണ്? മരിച്ചീനിയും പാലുൽപ്പന്നങ്ങളും. ഒന്നുകൂടി പറയുവാണ്, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിലും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ധാതു ലവണം ഏത് എന്ന് ചോദിച്ചാൽ അത് കാൽസ്യവും ഫോസ്ഫറസുമാണ്. ഇവ പ്രധാനമായും ലഭിക്കുന്നത് ഇലക്കറികൾ, മരിച്ചീനി, പാലുൽപ്പന്നങ്ങൾ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ധാതു ലവണം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അയോഡിനാണ്, മറക്കരുത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ധാതു ലവണം ചോദിച്ചു കഴിഞ്ഞാൽ അത് അയോഡിനാണ്. ഇത് പ്രധാനമായിട്ട് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കടൽ വിഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെയാണ് അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്നും. എങ്ങനെയൊക്കെയാണ്? കടൽ വിഭവങ്ങളിൽ നിന്നും അതുപോലെ എന്താണ് അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്നുമാണ് പ്രധാനമായിട്ടും എന്ത് ലഭിക്കുന്നത്? അയഡിൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനെ സ്വാധീനിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ്. മറക്കരുത്, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സ്വാധീനിക്കുന്ന ധാതു ലവണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പാണ്. ഇത് പ്രധാനമായിട്ട് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇലക്കറികളിൽ നിന്നും ലഭിക്കുന്നു. മറക്കരുത്, ഇരുമ്പ് പ്രധാനമായിട്ടും മനുഷ്യരീരത്തിൽ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇലക്കറികളിൽ നിന്നാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്തതിന് കാരണം ചോദിച്ചാൽ ആ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നിശാന്തത അല്ലെങ്കിൽ മലക്കണ്ണ്. എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നിശാന്തത അഥവാ മലക്കണ്ണ്. ഇതിന് കാരണം ആരാണ്? വൈറ്റമിൻ എ. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. അസ്ഥികളുടെ കനം കുറഞ്ഞ് വളയുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് കണ. ഇത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത്. കണ എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് അസ്ഥികളാണ്. അസ്ഥികളുടെ കനം കുറയുകയും വളയുകയും ചെയ്യുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് കണ. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകമാണ് സെല്ലുലോസ്. മറക്കരുത്, നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകം അറിയപ്പെടുന്ന പേരാണ് സെല്ലുലോസ്. അല്ലെങ്കിൽ മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത പഞ്ചസാര ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം ആരാടെ? സെല്ലുലോസ് ആണ്. മറക്കരുത്, നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകം ചോദിച്ചാൽ സെല്ലുലോസ്. മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത പഞ്ചസാര ഏത് ചോദിച്ചാൽ ആരാണ്? അത് സെല്ലുലോസ് ആണ്. ജീവികൾ ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? ജീവികൾ ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെയുള്ള നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിയ ഘടകങ്ങൾ കാണും, അതിനകത്ത് അജീവീയ അതായത് ജീവൻ ഇല്ലാത്ത ഘടകങ്ങളും കാണും. ഇവർ തമ്മിൽ എന്താണ്? പരസ്പര ബന്ധത്തിലൂടെ എന്താണ് നിലനിൽക്കുന്നതായിട്ടുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരാണ് സുഹൃത്തുക്കളെ ആവാസ വ്യവസ്ഥ. ഒരു ആവാസ വ്യവസ്ഥയിൽ ആഹാര ബന്ധങ്ങൾ അറിയപ്പെടുന്നതാണ് ഭക്ഷ്യ ശൃംഖലകൾ. മറക്കരുത്, ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭക്ഷ്യ ശൃംഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭക്ഷ്യ ശൃംഖലയ്ക്ക് പ്രധാനമായും PSC ഇത്രയും നാൾ ചോദിച്ചതാണ് പുല്ല് ആര് കഴിക്കുന്നു? പുൽച്ചാടി കഴിക്കുന്നു. ആ പുൽച്ചാടിയെ തവള കഴിക്കുന്നു. തവള എന്ത് ചെയ്യുന്നു? പാമ്പ് കഴിക്കുന്നു. ഇത് സ്ഥിരം PSCയുടെ ചോദ്യമാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ ആര് കഴിക്കുന്നു? പാമ്പ് കഴിക്കുന്നു. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. പ്രകൃതിദത്തമായി സ്വയം ആഹാരം നിർമ്മിക്കുന്നവരാണ് ഉൽപാദകർ. മറക്കരുത്,
പ്രകൃതിയിൽ നിന്നും സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഉൽപാദകർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രകൃതിയിലെ ഏറ്റവും വലിയ ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹരിതസസ്യങ്ങളാണ്. മറക്കരുത്, പ്രകൃതിയിലെ ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹരിതസസ്യങ്ങളാണ്. ജൈവ അവശിഷ്ടങ്ങൾ വിഘടിച്ച് മണ്ണിനോട് ചേർന്ന് ബാക്ടീരിയയും ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് വിഘാടകർ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികൾ അറിയപ്പെടുന്ന പേരാണ് വിഘാടകർ. ഒരു ആഹാര ശൃംഖലയിലെ ഏറ്റവും അവസാന കണ്ണിയാരെന്ന് ചോദിച്ചാൽ എപ്പോഴും ആരായിരിക്കും സുഹൃത്തുക്കളെ? വിഘാടകരായിരിക്കും. മറക്കരുത്, ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണിയാരെന്ന് ചോദിച്ചാൽ വിഘാടകരും, ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് ചോദിച്ചാൽ അത് ഹരിതസസ്യങ്ങളുമാണ്. ഒരിക്കലും മറക്കരുത്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി കവചമാണ് തലയോട്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി കവചം അറിയപ്പെടുന്ന പേരാണ് തലയോട്. തലയോട്ടിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടി എല്ല്. ചോദിച്ചിട്ടുണ്ട്, തലയോട്ടിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി അറിയപ്പെടുന്ന പേരാണ് കീഴ്ത്താടി എല്ല്. ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥിയാണ് നട്ടെല്ല്. ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥി അറിയപ്പെടുന്ന പേരാണ് നട്ടെല്ല്. വാരിയലിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 24 വാരിയലിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ സുഹൃത്തുക്കളെ? 24. ഒരു കാലിൽ 30 അസ്ഥികളാണ്. ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 30. നട്ടലിലെ അസ്ഥികളുടെ എണ്ണം 33. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ച ചോദ്യം. നട്ടലിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 33. അരക്കെട്ടിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 2. അരക്കെട്ടിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ സുഹൃത്തുക്കളെ? 2. മാറലിന്റെ അസ്ഥികളുടെ എണ്ണം 1. ഇതും ചോദിച്ചിട്ടുണ്ട്. മാറല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാരികളുടെ നടുക്ക് ഭാഗത്ത് വരുന്ന ഭാഗമാണ് എന്ത്? മാറല് എന്ന് അറിയപ്പെടുന്നത്. അതെത്രയാണ്? 1. ഒന്നുകൂടി പറയാൻ സുഹൃത്ത്. വാരിയലിന്റെ അസ്ഥികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് 12 വെച്ച് രണ്ടും കൂടെ എത്ര എണ്ണം ഉണ്ട്? 24. ഒരു കാലിൽ 30 അസ്ഥികള്. നട്ടെല്ലിൽ ചോദിച്ചു കഴിഞ്ഞാൽ 33 അസ്ഥികൾ. നന്നായിട്ട് പഠിക്കുക. അരക്കെട്ടിൽ 2 അസ്ഥികള്. മാറിൽ എത്രയാണ്? 1 അസ്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് ചോദിച്ചാൽ അതാണ് തുടയെല്ല്. അവനെ അറിയപ്പെടുന്ന പേരാണ് ഭീമർ. അപ്പൊ ഇത്ര നാൾ നമ്മൾ ഭീമർ എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്താണ്? തുടയലിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചു കഴിഞ്ഞാൽ തുടയല് അല്ലെങ്കിൽ ഭീമർ. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ്. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 300. മറക്കരുത്, ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 300. ഒന്നുകൂടി പറയുന്നു, ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് 300. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം 206. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 206. ചെവി, മൂക്ക് തുടങ്ങിയ അവയവങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളെ തരുണാസ്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെവി, മൂക്ക് തുടങ്ങിയ അവയവങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥിയെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? തരുണാസ്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയുകയാണ്, ചെവി, മൂക്ക് തുടങ്ങിയ അവയവങ്ങളിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥി അറിയപ്പെടുന്ന പേരാണ് തരുണാസ്ഥി. ഗോളരസന്ധി കാണപ്പെടുന്നത് തോളലിലും ഇടുപ്പല്ലിലും. മറക്കരുത്, ഗോളരസന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? തോളലിലും ഇടുപ്പല്ലിലും. സുഹൃത്തുക്കൾ മറക്കല്ലേ, ഗോളരസന്ധി കാണപ്പെടുന്നത് തോളലിലും ഇടുപ്പല്ലിലുമാണ്. വിജാഗിരി സന്ധി കാണപ്പെടുന്നത് കൈമുട്ടിലും കാൽമുട്ടിലും. മറക്കരുത്, വിജാഗിരി സന്ധി കാണപ്പെടുന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? നമ്മുടെ കൈയിലെ മുട്ടിലും അതുപോലെ തന്നെ എന്താണ്? കാലിന്റെ മുട്ടിലുമാണ്. നമുക്കറിയാം അല്ലെ, യൂണി ഡയറക്ഷനിലാണ്. ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് പൊക്കുകയും താക്കുകയും ചെയ്യാം. എങ്ങനെയാണ്? നമ്മുടെ ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് പോലെ. അപ്പൊ വിജാഗിരി സന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കൈമുട്ടിലും അല്ലെങ്കിൽ കാൽമുട്ടിലും. കീലസന്ധി കാണപ്പെടുന്നത് കഴുത്തിലാണ്. മറക്കരുത്, കീലസന്ധി എവിടെയാ സുഹൃത്തുക്കളെ കാണപ്പെടുന്നത്? കഴുത്തിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തലയോടും നട്ടലിലെ മുകൾ ഭാഗവും ചേർന്ന സ്ഥലത്താണ് എന്ത് കാണപ്പെടുന്നത്? കീലസന്ധി കാണപ്പെടുന്നത്. കീലസന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? കഴുത്തിലാണ്. മറക്കരുത്. ഏറ്റവും കൂടുതൽ ചലനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോളന സന്ധിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചലനാത്മകതയുള്ള സന്ധി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോളന സന്ധിയാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സങ്കര ഇനം തെങ്ങുകളെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, ആദ്യമായി പഠിക്കേണ്ടതാണ് ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ. ലക്ഷയിൽ ആരുണ്ടടേ? ലക്ഷദ്വീപില്ലേടെ? ലക്ഷദ്വീപ്. അപ്പോ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ചേരുമ്പോൾ ലഭിക്കുന്നതാണ് ചന്ദ്രലക്ഷ. ഇതിൽ ലക്ഷയുണ്ട്. ലക്ഷ ആരാണ്? നമ്മുടെ ലക്ഷദ്വീപ് എന്ന് ഓർക്കുക. അപ്പോൾ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന സങ്കരയിനം തെങ്ങ് ലക്ഷദ്വീപ് ഓർഡിനറിയെ ചാവക്കാട് ഓറഞ്ചും തമ്മിൽ എന്താണ്? ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ചതാണ്. ഇവനെ അറിയപ്പെടുന്ന പേരാണ് T × D. അടുത്തതായി പഠിക്കേണ്ടതാണ്
ചന്ദ്രശങ്കര എന്നുള്ളത്. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെ വെസ്റ്റ് കോസ്റ്റ് ടോളുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ച സങ്കര ഇനം തെങ്ങാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവനെ അറിയപ്പെടുന്ന കോമൺ നെയിമാണ് D*T. ഒന്നുകൂടി പറയാം, ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെ വെസ്റ്റ് കോസ്റ്റ് ടോളുമായിട്ട് എന്താണ് ചേർത്തപ്പോൾ ലഭിച്ചതാണ്. ഇവനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് D*T. അടുത്തതാണ് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഒരിക്കലും തെറ്റിക്കരുത്, ലക്ഷഗംഗ. ലക്ഷയുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? ലക്ഷദ്വീപ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ലക്ഷദ്വീപ് ഓർഡിനറിനെ ഗംഗാബോധം എന്നറിയപ്പെടുന്ന മറ്റൊരു തെങ്ങിനവും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ച സങ്കര ഇനമാണ് ലക്ഷ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ്, ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാബോധം. അവിടെ നിന്ന് തന്നെ ലഭിക്കും നമുക്ക് ഉത്തരം. ലക്ഷഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിനെ ഗംഗാബോധവും ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ചത് സങ്കര ഇനം തെങ്ങിനമാണ് ലക്ഷഗംഗ. മറക്കരുത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇവയെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വിത്തിനങ്ങളാണ്. ഇവയെല്ലാമാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. മറക്കരുത്. അത്യുൽപാദന ശേഷി കൂടുതലുള്ള നെല്ലിനം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറാണെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇവയെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. പയറാണെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള പയർ ആരൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത്യുൽപാദന ശേഷിയുള്ള പച്ചമുളകാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അതിനകത്ത് അനുഗ്രഹം മാത്രം സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. ഉജ്ജ്വല, ജ്വാലാമുഖി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. പച്ചമുളക് കഴിച്ചു നോക്കിയാൽ അറിയാം നമുക്ക് നാവിൽ എന്താണ് ഒരു ജ്വാലയുള്ളത് പോലെ നമുക്ക് എന്ത് ചെയ്യും, അത്രയും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടും അല്ലെ. ഒരു ഹീറ്റ് എഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എരിവിനുണ്ടാകുന്നത്. അത്രയും എരിവ് നമുക്ക് എന്ത് ചെയ്യും, അനുഭവപ്പെടും. അതുകൊണ്ട് അത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോ പച്ചമുളക് എന്താണ്, ഉജ്ജ്വലയും അതുപോലെ ജ്വാലാമുഖിയും. ഇവിടെ പഠിക്കേണ്ടത് എന്താണ്, അനുഗ്രഹ. വെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിരൺ, അതുപോലെ അനാമിക, സൽകീർത്തി, ആനക്കൊമ്പ്. മറക്കരുത്. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിരൺ, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പ്. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചാൽ കിരണ്, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. അത്യുൽപാദന ശേഷിയുള്ള തക്കാളിയുടെ വിത്തിനകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മുക്തി, അനഘ, അക്ഷയ്. തക്കാളിയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മുക്തി, അനഘ, അക്ഷയ്. പാവലിന്റെ പ്രധാനപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി, പ്രിയങ്ക. മറക്കരുത്. പാവലിന്റെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതിയും പ്രിയങ്കയും. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി, തൃശൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണൂത്തി, തൃശൂര്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം, ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം, ശ്രീകാര്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുഡ്ലു. എവിടെയാണ്? കാസർഗോഡ് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുഡ്ലു, കാസർഗോഡ്. കേന്ദ്ര കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ വാഴക്കുളം. കേന്ദ്ര കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ വാഴക്കുളം. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണവുമുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. മറക്കരുത്. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ഒരേ കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ പിന്നെയും ചെയ്യാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് വിളപര്യയം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം എന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് റൈസോബിയം ബാക്ടീരിയകൾ. ആരാണ്? റൈസോബിയം ബാക്ടീരിയകൾ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാൻ കഴിവുള്ള ബാക്ടീരിയകൾ അറിയപ്പെടുന്ന പേരാണ് റൈസോബിയം ബാക്ടീരിയകൾ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ PSC ചോദിക്കാം, പയറിന്റെ വേരിലെ മുകുളങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ അത് ഇവൻ തന്നെയാണ്. ആര്? റൈസോബിയം ബാക്ടീരിയകൾ. ജൈവ കൃഷിയുടെ തന്നെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മസനോബ് ഫുക്കുവോവ. മറക്കരുത്. ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മസനോബ് ഫുക്കുവോവയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞത് ആരാണ്? മസനോബ് ഫുക്കുവോക്കയാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ 2 പോയിന്റ് ഇവിടെ പറഞ്ഞു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന
ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ ഓക്സിജനും, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അർത്ഥപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൾ ചെടിയും. അർത്ഥപരാതത്തിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ആരാണ്? ഇത്തിൾ ചെടിയാണ്. ആഹാരത്തിന് ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്ന്. ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? വായിൽ നിന്നാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് പല്ലിന്റെ ഇനാമലാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് പല്ലിന്റെ ഇനാമലാണ്. പല്ലിന്റെ ഏറ്റവും ഉപരിപാളി അറിയപ്പെടുന്ന പേരാണ് ഇനാമൽ. പല്ലിന്റെ ഏറ്റവും ഉപരിപാളി അറിയപ്പെടുന്ന പേരെന്താണ്? ഇനാമൽ എന്നാണ്. ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ആണ് ലാക്ടിക് ആസിഡ്. ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ അത് ലാക്ടിക് ആസിഡ് ആണ്. ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ അറിയപ്പെടുന്ന പേരാണ് പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. പാൽപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 20. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. കൊമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ചവർണകങ്ങളുടെ എണ്ണം 12, അഗ്രചവർണങ്ങളുടെ എണ്ണം 8 ആണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 8, കൊമ്പലുകളുടെ എണ്ണം 4, ചവർണകളുടെ എണ്ണം ചോദിച്ചാൽ 12, അഗ്രചവർണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 ആണ്. ആഹാരത്തിന് ദഹനം പൂർത്തിയാക്കുന്ന ഭാഗം ചെറുകുടലിലാണ്. മറക്കരുത്, ആഹാരത്തിന് ദഹനം പൂർത്തിയാകുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുകുടലാണ്. ചെറുകുടലിന്റെ നീളം 6 മീറ്റർ. ചെറുകുടലിന്റെ നീളം എത്രയാ സുഹൃത്തുക്കളെ? 6 മീറ്റർ. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാരം ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സ്വാംശീകരണം. ശരീരത്തിലെ പ്രധാന വിസർജ്യാവയവം വൃക്ക. ശരീരത്തിലെ പ്രധാന വിസർജ്യാവയവം എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. അമിതമായ ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നിർജ്ജലീകരണം. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഉച്ഛ്വാസവും വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് നിശ്വാസവും. മറക്കരുത്, വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് ഉച്ഛ്വാസം, വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് നിശ്വാസം. ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 21%. ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് സുഹൃത്തുക്കളെ? അത് 21%. ശ്വാസകോശത്തിലെ സങ്കോച വികാസത്തെ നിയന്ത്രിക്കുന്ന ഭാഗം ഡയഫ്രം ആണ്. ശ്വാസകോശത്തിലെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡയഫ്രം ആണ്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.